കുറിച്ചുമൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ പലരും പറഞ്ഞു. ഈ ലോകത്തെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് കണ്ട് ഈ അതിർത്തികൾ എല്ലാം വെറുതെയാണെന്ന് നമ്മളോട് പറഞ്ഞ ഒരു മഹത്വമുള്ള ഒരു വ്യക്തിയും നമ്മുടെ കൂടെയുണ്ട്. ഈ ബന്ധങ്ങളെ, ജർമ്മനിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ കൂടെ തിരിച്ച് എൻ്റെ ജന്മനാട്ടിലേക്ക് എനിക്ക് ജർമ്മനി ആസ് എ ഡെസ്റ്റിനേഷനായിട്ട് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ബന്ധങ്ങളെ നമുക്ക് ഇനി എങ്ങനെ ഒരു ബ്രാഞ്ച്, ഒരു സെൻറ്റർ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ തലസ്ഥാനമായ കോഴിക്കോട് ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങളെ വളരെയധികം സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് ജർമ്മനിയുമായിട്ടുള്ള ബന്ധം ഇനിയും വളരെ വളരെ മുന്നിലോട്ട് പോകട്ടെ. ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും ലെറ്റ്സ് pray and work together to live in peace and in harmony. Thank you very much. ഏറെ കോഴിക്കോട്ടുകാർക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന നിമിഷങ്ങളാണിത്. Hi, Shalom. Hi, everyone. Thank you, KLF. I know why we are all here. I can see the joy to be with one. ഇത് യാഥാർത്ഥ്യമാണ്. ഭാവന, പ്ലീസ് ഞങ്ങൾ അഭിസംബോധന ചെയ്യും. കോഴിക്കോടിന് എൻ്റെ വലിയൊരു നമസ്കാരം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റായ KLF ഞാൻ കണ്ടും കേട്ടും മാത്രമേ പരിചയമുള്ളൂ. അതിലൊരു ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം. അതിൽ ഫസ്റ്റ് തന്നെ എനിക്ക് പറയേണ്ടത് താങ്ക് യു സോ മച്ച് KLF ഫോർ ഇൻവൈറ്റിംഗ് മീ, to giving me this wonderful opportunity to share stage with such inspirational, distinguished personalities. Huge fan, ma'am. So I'm going to cherish this memory forever and ever. It's etched in my brain. Thank you so much. Thank you so much. So thank you KLF for making me a beautiful part of this event. കോഴിക്കോടിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ്, ഒരുപാട് സന്തോഷിച്ച് തിരിച്ചെത്തുന്ന ഒരു സ്ഥലമാണ്. Thank you so much. What an act to follow. I feel like I am the downer. But let me say that it is a great pleasure and privilege to be standing here with this group of people, but even more with this group of people. This is a phenomenal gathering. I have never seen anything like it anywhere in the world, and I've been in more than 100 countries. നമസ്കാരം. മറക്കാൻ കഴിയാത്ത ഒരു നിമിഷമാണിത്. ഞാൻ വേദിയിലിരുന്ന് മുമ്പിൽ നോക്കിയപ്പോൾ അത്തരം സ്നേഹികളുടെ ഒരു മഹാസാഗരമാണ് മുമ്പിൽ കണ്ടത്. തൊട്ടുപിറകിൽ കടലുമുണ്ട്. മറക്കാൻ കഴിയില്ല ഈ മുഹൂർത്തം. ഇപ്പോൾ KLF ഓരോ ദിവസം കഴിയുമ്പോഴും വളർന്നു വരികയാണ്. ആദ്യം അത് നമ്മുടെ സ്വന്തം ഫെസ്റ്റിവലായിരുന്നു, മലയാളികളുടേത്. പിന്നീട് ക്രമേണ അത് ഇന്ത്യൻ ഫെസ്റ്റിവലായി, പിന്നീട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലായി. ഇപ്പം എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സൽ ഫെസ്റ്റിവലാണെന്നുള്ളത്. അതിന് കാരണം സുനിത വില്യംസാണ്. വി ഹാവ് സുനിത വില്യംസ് ഹിയർ. ഓൾ ഓഫ് us we have seen her. പ്രിയപ്പെട്ടവരെ, ഇവിടെ പലരും പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് ആദ്യം ഞാൻ പറയുന്നത്. കോഴിക്കോട്ടല്ലാതെ ഒരു സാഹിത്യമേളയ്ക്ക് ഇത്തരമൊരു അതീവ സുന്ദരമായ സ്വീകരണം ലഭിക്കില്ല. അംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹം. താങ്ക് യു ഫോർ ഗിവിംഗ് us this surreal moment, Sunitaji. You have literally lit up our Lit Fest. Being to the dark space and bringing us light back is the most wonderful thing anybody can do in life. And you have done it literally and also metaphorically today by your sheer presence here today. പ്രിയപ്പെട്ട കോഴിക്കോട് മക്കളെ കാണുമ്പോൾ വണക്കം
A very good evening to all the wonderful dignitaries on the dais, especially the signature of all eyes, our dear Sunita Williams, and all the inspirational artists, diplomats, including my dear friend Chellam Prakash Raj, and our dear Sachidanandam sir, and the State Minister for Communication, my dear brother PTR, the Consul General, and dear Bhavana. எல்லாருக்கும் என்னுடைய அன்பான வணக்கம். And as everybody has here stated, I have never imagined that I can share this. കൃത്യം 7:30 സുനിത വില്യംസിൻ്റെ സെഷൻ ആരംഭിക്കേണ്ടതുണ്ട്. 4 മിനിറ്റ് ഇപ്പോൾ വൈകിയിട്ടുണ്ട്. 1 മിനിറ്റ് കൂടി എടുത്തുകൊണ്ട് നന്ദി പറയുകയാണ്. 7:35 തന്നെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിനെ സമ്പന്നമാക്കിയ ഈ വേദിയിലുള്ള എല്ലാ ആളുകളെയും ഒറ്റ വാക്കിൽ KLFന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. KLFന്റെ വേദിയിൽ നടക്കുന്നു. On the screen. The rich wants to live, the poor wants to live.